Hello Leute und herzlich willkommen. നമുക്കൊരുമിച്ച് ജർമ്മൻ പഠിക്കാം. എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഡാറ്റീവ് പ്രപ്പോസിഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പം ബൈ ഡെഫിനിഷൻ dative prepositions are prepositions that always require the noun or pronoun that follows them to be in the dative case. അതായത് നമ്മൾ ഈ ഡാറ്റീവ് പ്രപ്പോസിഷൻസ് എന്ന് വിളിക്കുന്ന ഈ പ്രപ്പോസിഷൻസ് വന്നു കഴിഞ്ഞാൽ അടുത്തതായിട്ട് വരുന്ന നൗണോ പ്രോനൗണോ ഡാറ്റീവിലായിരിക്കണം നമ്മൾ എഴുതുക അല്ലെങ്കിൽ പറയേണ്ടത്. ഇപ്പം നമുക്ക് ഏതൊക്കെയാണ് ഡാറ്റീവ് പ്രപ്പോസിഷൻസ് നോക്കാം. ഔസ്, ബൈ, മിറ്റ്, നാഹ്, സൈറ്റ്, ഫൊൻ, അബ്, സൂ, ഇതൊക്കെയാണ് ഡാറ്റീവ് പ്രപ്പോസിഷൻസ്. അപ്പം നമ്മൾ മുമ്പ് അക്വസാറ്റീവിൽ വരുന്ന പ്രപ്പോസിഷൻസ് നോക്കിയപ്പോൾ അത് ഓർത്ത് വെക്കാനായിട്ട് ഒരു എളുപ്പ വഴിയായിട്ട് ഫുഡോഗ് എന്ന് ഓർത്ത് വെക്കാമെന്ന് ഒരു പട്ടിക്കുട്ടനെ ഓർത്ത് വെക്കാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ആ അക്വസാറ്റീവ് പ്രപ്പോസിഷനിൽ എന്തായിരുന്നു പ്രത്യേകത? ഈ ഫുഡോഗ്, ഫ്യോർ, ഡോഷ്, ഓനർ, ഗേഗൻ, ഈ പറയുന്ന പ്രപ്പോസിഷൻസ് വന്നു കഴിഞ്ഞാൽ അടുത്തതായിട്ട് വരുന്നത് അക്വസാറ്റീവിലേ വരുള്ളായിരുന്നു അല്ലേ, അടുത്ത നൗൺ അല്ലെങ്കിൽ പ്രോനൗൺ. ഡാറ്റീവിൽ അതെന്താണ്? ഡാറ്റീവിൽ അത് ഡാറ്റീവായിട്ട് മാറും ഈ പ്രൊപ്പോസിഷനുകളുടെ കൂടെ. അപ്പം നമ്മൾ ഈ പട്ടിക്കുട്ടനാണ്, ഫുഡോഗാണ് അക്വസാറ്റീവ് പ്രൊപ്പോസിഷൻസ് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് ഡാറ്റീവ് പ്രൊപ്പോസിഷനാണ് പഠിക്കാനുള്ളത്. അപ്പം ഈ ഫുഡോഗ് പറഞ്ഞ പോലെ തന്നെ ഡാറ്റീവ് പ്രൊപ്പോസിഷൻ പഠിക്കാനായിട്ട് ഒരു ഷോർട്ട് കട്ട് ഇല്ല. അതിന് പകരം അതൊരു നഴ്സറി റൈം പോലെയൊക്കെ പഠിച്ചു വെച്ചാൽ നല്ലതായിരിക്കും കേട്ടോ. ഓസ്, ബൈ, മിറ്റ്, നാഹ്, സൈറ്റ്, ഫോൺ, അപ്പ് ആൻഡ് സൂ, ഇങ്ങനെ ഒരു പാട്ട് പോലെ നമുക്ക് ക്ലിയർ ആയിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ് ഡാറ്റീവ് പ്രപ്പോസിഷൻ ഏതാണ്, അക്വസാറ്റീവ് പ്രപ്പോസിഷൻ ഏതാണ് എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ ഇത് പഠിക്കണം കേട്ടോ. നമുക്ക് ഇനി ഇതിൻ്റെ യൂസേജ് എങ്ങനെയാണ് വരുന്നതെന്ന് പെട്ടെന്ന് മനസ്സിൽ ടേബിൾ ഇല്ലെങ്കിൽ അത് ഓർത്തെടുക്കാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് ഞാൻ ഈ ടേബിൾ ഇവിടെ ഇടുന്നുണ്ട് കേട്ടോ, 1-2 അപ്പം ഇത് കാണുമ്പോൾ ഡാറ്റീവിൽ നോമിനാറ്റീവിൽ ഡെയർ ആയിരുന്നത് ഡാറ്റീവിൽ ഡേം ആവുമെന്ന് നമുക്ക് പെട്ടെന്ന് ഇവിടെ നോക്കിയാൽ മതി. അപ്പോൾ ആദ്യത്തെ ഡാറ്റീവ് പ്രപ്പോസിഷൻ ഔസ് നോക്കാം. ഔസ് എന്ന് വെച്ചാൽ ഔട്ട് ഓഫ് അല്ലെങ്കിൽ ഫ്രം എന്നാണ്, എവിടെന്നെങ്കിലും എന്നുള്ളൊരർത്ഥമാണ് ഔസിനുള്ളത്. അപ്പോൾ അതെവിടെയൊക്കെയാണ് യൂസ് ചെയ്യുക? ഔസ്, ഡേം, ഔട്ടോ, ഔട്ട് ഓഫ് ദ കാർ. അപ്പോൾ കാറിനകത്തേക്കല്ല പുറത്തേക്കാണ് കേട്ടോ. അപ്പം ഔസ്, ഡേം, ഔട്ടോ. ഔസ്, ഡെയർ, ഷ്വൈറ്റ്സ്. അപ്പം ഫ്രം സ്വിറ്റ്സർലാൻഡ്. അപ്പം ഞാൻ സ്വിറ്റ്സർലാൻഡിൽ നിന്നാണ് വരുന്നതെന്ന് പറയാനായിട്ട് ഔസ്, ഡേൻ, USA. അപ്പം ഫ്രം ദ USA എന്നാണ്. അപ്പം ഇവിടെ നോക്കുവാണെങ്കിൽ ദസ് ഔട്ടോ ആണ്. നമ്മൾ നോമിനാറ്റീവിൽ പറയുമ്പോൾ ദസ് ഔട്ടോ ആണ്. അത് ഡാറ്റീവ് ആവുമ്പോൾ ഔസ് വന്നുകൊണ്ട് ഇത് ഡാറ്റീവ് ആവും. അപ്പോൾ ഡേം ഔട്ടോ ആയി. ഇനി ഡി ഷ്വൈറ്റ്സ് എന്നാണ്. അപ്പോൾ ഡി ഷ്വൈറ്റ്സ് ഡാറ്റീവ് ആവുമ്പോൾ എന്താവും? ഡെയർ ഷ്വൈറ്റ്സ് ആവും. അതുപോലെ ഡേൻ USA, ഡി USA ആണ്, പക്ഷേ ഇത് പ്ലൂറലാണ്. അതുകൊണ്ട് ഇത് ഇവിടെ കണ്ടോ, പ്ലൂറലിൽ വരുന്നത് ഡെൻ, അപ്പം ഡേനായി. അപ്പം ഔസ്, ഡേൻ, USA. ഇങ്ങനെയാണ് ഔസിൻ്റെ യൂസേജ്. ഇനി നമുക്ക് കുറച്ചുകൂടെ എക്സാമ്പിൾസ് നോക്കാം. അപ്പം ഇഷ്, ഔസ്, ഇന്ത്യൻ, ഐ കം ഫ്രം ഇന്ത്യ. ഇത് നമ്മൾ നമ്മുടെ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ പറയുന്ന ഒരു സെൻറ്റൻസ് ആണല്ലേ. ഇഷ്, ഔസ്, ഇന്ത്യൻ, ഞാൻ ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്. അപ്പം ഇന്ത്യക്ക് നമ്മൾ നേരത്തെ USAക്കും സ്വിറ്റ്സർലാൻഡിനും ഒക്കെ പറഞ്ഞപ്പോൾ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു, പക്ഷേ ഇന്ത്യക്ക് ആർട്ടിക്കിൾ ഇല്ല. അതുകൊണ്ട് ദ USA എന്ന് പറയുന്ന പോലെ ദ ഇന്ത്യ എന്ന് പറയില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ ഔസ്ന്നേ ഉള്ളൂ, ഇവിടെ ആർട്ടിക്കിൾ ഇല്ല കേട്ടോ ഈ കേസിൽ. അപ്പം സി ഡ്രിങ്ക്ഡ് ഔസ് ഡെയർ ഫ്ലാഷർ. അപ്പം ഷീ ഡ്രിങ്ക്സ് ഫ്രം ദ ബോട്ടിൽ, അവൾ കുപ്പിക്കകത്തു നിന്നാണ് കുടിക്കുന്നത്. അപ്പം ഔസ് ആയതുകൊണ്ട് തന്നെ ഡെയർ ഫ്ലാഷേ ആയി. അപ്പം ഈ ഡെയർ ഫ്ലാഷേ കാണുമ്പോൾ നമുക്ക് അപ്പം കത്തണം, ഇത് ശരിക്കും ഫെമിനീനാണ്, ഇത് ഡി ഫ്ലാഷേ ആയിരുന്നു ഒറിജിനലി നോമിനാറ്റീവിൽ കേട്ടോ. അപ്പോൾ ഔസ് ഡെയർ ഫ്ലാഷർ. ദസ് ഔട്ടോ ഔസ് ഡെൻ USA is sehr teuer. The car from the USA is very expensive. USA എന്നുള്ള കാറ് ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അപ്പം ഡെൻ USA നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ഡെൻ USA ആയി, കാരണം പ്ലൂറലാണ്. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക എന്നല്ലേ, അപ്പോൾ കുറേ സ്റ്റേറ്റ്സ് ഉള്ളതുകൊണ്ടാണ് ഇത് പ്ലൂറലായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഡെൻ USA. ഓസിൻ്റെ യൂസേജ് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് അടുത്തതായിട്ട് ബൈ നോക്കാം. ബൈ എന്ന് വെച്ചാൽ അറ്റ്, നിയർ അല്ലെങ്കിൽ വിത്ത് എന്നൊക്കെയാണ് അർത്ഥം. അടുത്ത്, അല്ലെങ്കിൽ അവിടെയാണ്, അല്ലെങ്കിൽ ഞാൻ ഒരാളുടെ കൂടെയാണ് എന്നൊക്കെ പറയുമ്പോഴാണ് ബൈ യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം. ബൈ ഡേം അറ്റ്സ്.
അപ്പം ബൈം ഓക്കെ ബൈ ഡേം എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിനെ രണ്ടിനെയും കൂട്ടിയിട്ട് ഇത് കറക്റ്റാണ്. ഇനി കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ബൈം എന്ന് പറയാം, ഇത് രണ്ടും കൂട്ടി ചേർത്തിട്ട് കേട്ടോ. അപ്പോൾ ചിലയിടത്ത് ബൈം ആർട്സ് എന്ന് പറഞ്ഞാൽ ഈ ബൈം എന്ന് പറഞ്ഞ വാക്ക് കണ്ടില്ല എന്ന് വിചാരിക്കേണ്ട, അത് ഈ ബൈയും ഡേമും കൂടെ കൂട്ടി ചേർത്തിട്ട് ബൈമാക്കി ചെറുതാക്കി എഴുതിക്കുന്നതാണ്. അപ്പം ബൈം ആർട്സ് എന്ന് പറഞ്ഞാൽ ഡോക്ടറിൻ്റെ അടുത്ത്. ബൈ ഡെയർ ആർബൈറ്റ് അറ്റ് വർക്ക്. അപ്പം ഡെയർ ആർബൈറ്റ് എന്ന് കാണുമ്പോൾ തന്നെ ഡെയർ ആർബൈറ്റ് ഡാറ്റീവ് ആണ്. അപ്പോൾ ഇതിൻ്റെ നോമിനാറ്റീവ് എന്തായിരിക്കും? ഡി ആർബൈറ്റ് ആയിരുന്നിരിക്കണം അല്ലേ? അറ്റ് വർക്ക് എന്ന് പറയുമ്പോൾ ബൈ ഡെയർ ആർബൈറ്റ്. ഇനി ബൈ ഡേൻ എൽട്ടേൺ. എൽട്ടേൺ എന്ന് വെച്ചാൽ പേരൻസ് ആണ്. അപ്പം അറ്റ് അല്ലെങ്കിൽ വിത്ത് പേരൻസ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇപ്പോൾ ബൈ ഡേൻ എൽട്ടേൺ എന്ന് പറയുമ്പോൾ അറ്റ് അല്ലെങ്കിൽ വിത്ത് ദ പേരൻസ്. നമുക്കിനി ബൈ വെച്ചിട്ട് കുറച്ചുകൂടെ സെൻറ്റൻസസ് നോക്കാം. Wir treffen uns bei dem Restaurant. ഇനി നമുക്ക് ഇതിനെ വേണമെങ്കിൽ ബൈം എന്ന് ചെറുതാക്കി എഴുതായിരുന്നു കേട്ടോ. Wir treffen uns beim Restaurant എന്ന് വെച്ചാൽ നമ്മൾ ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പം ഉൻസ് ബൈ എന്ന് പറയുമ്പോൾ എന്താണ്? ഡാറ്റീവ് പ്രപ്പോസിഷനാണ്. അതുകൊണ്ട് അടുത്തത് അത് കഴിഞ്ഞിട്ട് വരുന്ന നൗണ് ഡാറ്റീവ് ആയിരിക്കണം. ബൈ ഡേം റെസ്റ്റോറൻറ്റ്. Ich wohne bei der Großmutter. ഗ്രോസ്മുട്ടർ ഫെമിനിൻ ആണ് അല്ലേ? അപ്പം ഡെയർ ആയി ഡാറ്റീവ് ആയപ്പോൾ ich wohne bei der Großmutter. ഞാൻ എൻ്റെ അമ്മൂമ്മയുടെ അടുത്താണ് താമസിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ അമ്മൂമ്മയുടെ കൂടെയാണ് ഞാൻ താമസിക്കുന്നത്. ഇനി bei den Nachbarn ist es sehr laut. at the neighbors it's very loud. ഞങ്ങളുടെ നെയ്ബേഴ്സിൻ്റെ അവിടെ ഭയങ്കര ഒച്ചപ്പാടാണ്. അപ്പം ബൈ ഡേൻ നഹ്ബാൻ, ബൈ വന്നു, ഡേൻ നഹ്ബാനായി, പ്ലൂറൽ ആയതുകൊണ്ട് ഇപ്പം ഇസ്റ്റ് എസ് sehr loud. അടുത്ത നമുക്ക് മിറ്റ് നോക്കാം. മിറ്റ് എന്ന് വെച്ചാൽ വിത്ത് അല്ലെങ്കിൽ ബൈ മീൻസ് ഓഫ് എന്നാണ്. എന്തെങ്കിലും കൊണ്ട് അല്ലെങ്കിൽ ഈ വഴിയാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്തത് എന്നൊക്കെ പറയാനായിട്ടാണ് മിറ്റ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യത്തേത് മിറ്റ് ഡേം ബുസ്. മിറ്റ് ഡേം ബുസ് എന്ന് വെച്ചാൽ ബൈ ബസ്. ഞാനിപ്പോൾ സ്കൂളിൽ പോയത് ബസ്സിലായിരുന്നു എന്ന് പറയുമ്പോൾ ഒക്കെ മിറ്റ് യൂസ് ചെയ്യാം. മിറ്റ് ഡേം ബുസ്. ഇപ്പം ഡെയർ ബുസ്സാണ്, ഇവിടെ ഡാറ്റീവ് ആയപ്പോൾ മിറ്റ് ഡേം ബുസ്സായി. മിറ്റ് ഡെയർ ഹാൻഡ്, വിത്ത് ദ ഹാൻഡ് എന്നാണ് അർത്ഥം അല്ലേ? ഇപ്പം ഡെയർ ഹാൻഡ് ആയത് എന്താണ്? ഡി ഹാൻഡ് ആയിരുന്നു. ഓക്കെ, നോമിനാറ്റീവിൽ. അപ്പം മിറ്റ് ഡെയർ ഹാൻഡ്. മിറ്റ് ഡേൻ ഫ്രോയിൻഡൻ, വിത്ത് ദ ഫ്രണ്ട്സിൻ്റെ കൂടെ. അപ്പം മിറ്റ് ഡേൻ ഫ്രോയിൻഡൻ, കാരണം ഇത് പ്ലൂറാലാണ്. ഡേനൻ എന്ന് പഠിച്ചിട്ടുണ്ടല്ലോ നമ്മൾ, ഡാറ്റീവിൽ പ്ലൂറാൽ വരുമ്പോൾ അങ്ങനെയാണ്. ഇപ്പം ഇവിടെ ചേഞ്ചസ് വന്നത്, മിറ്റ് വന്നപ്പോൾ ഡാറ്റീവ് ആയത് എങ്ങനെയാണെന്ന് ക്ലിയർ ആയല്ലോ. ഇനി നമുക്ക് കുറച്ചുകൂടെ എക്സാമ്പിൾസ് നോക്കാം. അപ്പം ഫെയർറ്റ് മിറ്റ് ഡേം സൂക്ക് zur Arbeit. ഇപ്പം ഹീ ഗോസ് ടു വർക്ക് ബൈ ട്രെയിൻ. അയാൾ ട്രെയിനിലാണ് ജോലിക്ക് പോകുന്നത്. അപ്പം മിറ്റ് എന്ത് മാർഗമാണ്? ട്രെയിൻ മാർഗമാണ് പോകുന്നത് അല്ലേ? അപ്പം മിറ്റ് ഡേം സൂക്ക് zur Arbeit. ഇപ്പം ഡേം സൂക്കായി, കാരണം എന്താണ്? ഇത് ഡാറ്റീവാണ്. ഇനി സി സ്പീൽഡ് മിറ്റ് ഡെയർ കാറ്റ്സ്. ഷീ പ്ലേസ് വിത്ത് ദ കാറ്റ്. അവൾ പൂച്ചയുടെ കൂടെ കളിക്കുവാണ്. മിറ്റ് ഡെയർ കാറ്റ്സ്, ഡി കാറ്റ്സെ ആയിരുന്നു, ഡെയർ കാറ്റ്സെ ആയി. മിറ്റ് ഡേൻ കിൻഡേൺ മാർക്ഡ് ദ സ്പാസ് വിത്ത് ദ ചിൽഡ്രൻ ദാറ്റ്സ് ഫൺ. കുട്ടികളുടെ കൂടെ കളിക്കാൻ ഫണ്ണാണ്. അപ്പം മിറ്റ് ഡേൻ കിൻഡേൺ, ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്ലൂറാലാണ്. ഡേൻ കിൻഡേൺ, ഡേനൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഡാറ്റീവ് പ്രപ്പോസിഷൻ നഹ് നോക്കാം. നഹ് എന്ന് പറയുമ്പോൾ ആഫ്റ്റർ, ടു, അക്കോർഡിംഗ് ടു എന്നൊക്കെയാണ്. അതായത് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ അങ്ങോട്ട്, അല്ലെങ്കിൽ ഇത് കാരണം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു റെഫറൻസ്, ഒരു സാധനം വായിച്ചിട്ട് ഇത് പ്രകാരം ഇതിങ്ങനെയാണെന്നൊക്കെ പറയില്ലേ, അവിടെയാണ് നമ്മൾ നഹ് യൂസ് ചെയ്യുക കേട്ടോ. നഹ് ഡേം എസൻ, ആഫ്റ്റർ ദ മീൽ, കഴിച്ച് കഴിഞ്ഞിട്ട്. ഇപ്പം നഹ് ഡേം എസൻ ഗേ ഇഷ് സ്പച്ചിയറൻ, ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നടക്കാൻ പോകും എന്നൊക്കെ പറയുമ്പം നഹ്. ഇനി നഹ് ഡോയ്ച്ച്ലാൻഡ് എന്ന് വെച്ചാൽ എന്താണ്? ഡോയ്ച്ച്ലാൻഡിലേക്ക്, ഞാൻ ജർമ്മനിയിലേക്ക് വരും, അപ്പം ഞാൻ ജർമ്മനിയിലേക്ക് പോവുകയാണ് എന്നൊക്കെ പറയുമ്പോൾ അങ്ങോട്ട് പോകുന്നത് കാണിക്കാനാണ് നഹ് പറയുന്നത്. ഇനി നഹ് ഡേ ഷൂള്, ആഫ്റ്റർ സ്കൂൾ, സ്കൂൾ കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഒരു പ്ലാൻ പറയുമ്പോഴോ എന്തെങ്കിലും സ്കൂൾ കഴിഞ്ഞിട്ടുള്ള കാര്യം പറയുമ്പോൾ നഹ് ഡേ ഷൂള്, ഡി ഷൂളെ ആയിരുന്നു, ഡേ ഷൂളെ ആയി. ഇവിടെ മാത്രം ഈ ഒരു കേസിൽ ടു ജർമ്മനി നഹ് ഡോയ്ച്ച്ലാൻഡ് ആയത്. ഇവിടെ ഒന്നും വരാഞ്ഞത്, ഡോയ്ച്ച്ലാൻഡ് എന്ന് പറഞ്ഞൊരു കൺട്രിയുടെ നെയിമിൻ്റെ മുമ്പിൽ
ഒരു ആർട്ടിക്കിൾ ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് ഇത് ഡോയ്ച്ച്ലാൻഡ് ആണ് ഇവിടുത്തെ ഡാറ്റീവ് ഒബ്ജക്റ്റ്, എന്നാൽ പോലും അതിന് എന്തില്ല, ഒരു ആർട്ടിക്കിൾ ഇല്ലാത്തത് കേട്ടോ. കുറച്ച് എക്സാമ്പിൾസ് നോക്കുവാണ് നാഹ വെച്ചിട്ട് ഇച്ചിരി കൂടെ ക്ലിയർ ആവാനായിട്ട്. ഇഷ് ഫാറ് നാഹ് ബെർലിൻ, ഐ എം ഗോയിങ് ടു ബെർലിൻ. അപ്പം ഞാൻ ബെർലിനിലേക്ക് പോവുകയാണ്. അപ്പം ഇവിടെയും ഇതുപോലെ തന്നെ ബെർലിന് ആർട്ടിക്കിൾ ഇല്ലാത്തതുകൊണ്ട് ഇതാണ് നമ്മുടെ ഡാറ്റീവ് ഒബ്ജക്റ്റ് ആണെന്ന് എങ്കിൽ പോലും നാഹ് ബെർലിനെ പറയണുള്ളൂ. ഇനി നാഹ് ഡേം എസൻ ഗേൻ വിയ സ്പസിയറൻ. നാഹ് ഡേം എസൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഗേൻ വിയ സ്പസിയറൻ. ആഫ്റ്റർ ദ മീൽ വി ആർ ഗോയിങ് ഫോർ എ വാക്ക്. അപ്പം നാഹാണ് ഇവിടുത്തെ പ്രപ്പോസിഷൻ, ഡേം എസനായി, ദസ് എസൻ ഡേം എസനായി കേട്ടോ. അപ്പം ഇവിടെയും ഡാറ്റീവ് ഒബ്ജക്റ്റ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എർ ഫ്രാഗ്റ്റ് നീ നാഹ് ഡേം വേഗ്. അപ്പം ഹീ നെവർ ആസ് ഫോർ ദ വേ. അവൻ ഒരിക്കലും വഴി ചോദിക്കാറില്ല. അപ്പം നാഹ് കഴിഞ്ഞിട്ട് വരുന്നത് എന്താണ്, ഡേം വേഗ്. അപ്പം ഇതാണ് നമ്മുടെ ഡാറ്റീവ് ഒബ്ജക്റ്റ്. എല്ലാം പറഞ്ഞു വന്നപ്പോഴത്തേക്കും വീഡിയോ കുറച്ച് ലെങ്ത് കൂടിപ്പോയി. അതുകൊണ്ട് ഡാറ്റീവ് പ്രപ്പോസിഷൻ പാർട്ട് 2 അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ചെക്കൗട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.